സോ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു സർവൈവൽ സീരീസ് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ തുടങ്ങാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഹലോ ഗൈസ്, ഹലോ, എന്തോ ഉണ്ട് ഗൈസ് വിശേഷം? ലെറ്റ്സ് ഗോ. ഇതാരാ? ഹൂ ഇസ് ദിസ്? ആരാണിത്? ഇതൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ നമുക്ക് ഇതൊന്നും ഇനി ഇവിടെ വേണ്ട, മനസ്സിലായോ? ഞാൻ ഇവിടെ വരുന്ന അവിടുത്തെ സാധനങ്ങളെല്ലാം പിന്നെ എൻ്റെ അതങ്ങനെ വരൂ. ഇത് പശു ആണോ അവിടെ? ഇത് പശുവിൻ്റെ വേറെ വല്ലതും? ഇതെന്തോ ഇത് സംഭവം? എന്തോ ഇത്? കാളയോ? എന്തോ ഇത്? കാളയോ പശുവോ എന്തോ? കാളയൊക്കെ വന്നു ഇപ്പോൾ മൈൻക്രാഫ്റ്റിൽ. മറ്റേ പശു ഉള്ളായിരുന്നല്ലേ. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് കാര്യം എന്തോ, നമുക്ക് കയ്യിലോട്ട് എടുക്കണം. ഗൈസ്, നമുക്ക് ഷീപ്പ് കണ്ടുപിടിച്ചില്ല. നമ്മൾ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് കോളൊന്നും വേണ്ട. കോളൊക്കെ എടുക്കാൻ നിന്ന് ഞാൻ കാര്യമേ ഞാൻ മറന്നുപോയി. ഫൈനലി ഗൈസ്, നമുക്ക് കിട്ടിയിരിക്കുന്നു. അവന്മാരെ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇവനെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇവനെ മതി. ഇവനെ ചാവടാ. നിന്റെ കൂട്ടുകാരെ ഞാൻ കൊന്ന്, അപ്പം പിന്നെ നീയും ചാവണ്ടേ? ചാവണം. കണ്ട, അത്രേ ഉള്ളു. ആദ്യം നമുക്ക് കുറച്ച് കോൾ എടുക്കാം. കാരണം രാത്രിയിൽ ഇതിനൊക്കെ ഇച്ചിരി ദൂരെ നിർത്താൻ ആകെയുള്ള വഴി കോളാ. സത്യം പറഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ ഒറ്റ ഡിഗ് ചെയ്ത് പോകേണ്ടത് നല്ലതല്ല. മൈൻക്രാഫ്റ്റിൻ്റെ റൂൾസിനെതിരെയാണ് അതിങ്ങനെ ഡിഗ് ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. കണ്ട പശുവിൻ്റെ ഒക്കെ കളറേ മാറിപ്പോയി. പശുവൊക്കെ ഇപ്പം വേറെ ലെവലായി. എന്തുവായത്? അങ്ങനെ ഡേ വൺ ഓഫ് അവർ സർവൈവൽ സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. മൊട്ടത്തലേനെയാണ് എനിക്ക് കൊല്ലേണ്ടത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ അമ്പും വില്ലും നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല. അത് വെച്ച് എത്ര ദൂരം ആണെങ്കിലും അത് നമ്മളെ അടിച്ചിടും. ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതിയെടുക്കാം ഗൈസ്. ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് മൈൻക്രാഫ്റ്റ് വില്ലേജസ് ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അതറിയാവോ? സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബ്രോ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കേവ് കണ്ടിരിക്കുന്നു. നമുക്കൊന്ന് കേറി നോക്കാം അകത്തോട്ട്. ഇതെവിടുന്ന് ചാടി വന്ന്? രാവിലെ ആയാലും ഇതൊന്നും ചാവത്തില്ലേ ഗൈസ്? ഇതിന്റെ അടിയിൽ ഒരു ക്രീപ്പർ നിപ്പുണ്ട്. ഞാൻ കുറെ നേരമായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവ ഇതുവരെ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. വന്ന് പൊട്ട്. അത്രേ ഉള്ളു. അതാണ് മിടുക്ക്. അങ്ങനെ വേണം. അയ്യേ ഇതിന്റെ ലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്തോ വലിയ കേവാന്ന്. കേറി വന്നപ്പോ ഇച്ചിരിയേ ഉള്ളു. ബ്രോയിന്റെ സ്കിന്ന് മാറ്റി കളിക്കുന്നോ? ഞാൻ നേരത്തെ നോക്കിയപ്പോ ഇതല്ലായിരുന്നല്ലോ ലുക്ക്. ഇപ്പൊ ലുക്ക് മാറി വന്നോ? ഇത് കൊള്ളാല്ലേ? എല്ലാ കേവിന്റെ പുറത്ത് ആഡംബരം മാത്രമേ ഉള്ളൂ. അകത്തോട്ട് കയറി ചെന്നാ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം, മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ നടന്നാ പോരാ. സത്യം പറഞ്ഞ എനിക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അതിനാ ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുന്നത്. അതിന്റെ അകത്ത് ഞാൻ ചെറുതായിട്ടൊരു വെട്ടമൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സ് പറയുന്നു അത് എന്തോ ഒരു വലിയ കേവ് ആണെന്ന്. നമുക്കൊന്ന് കയറി നോക്കാം. നമുക്ക് റീസ്പോണും സെറ്റ് ചെയ്ത് കേവിന്റെ അകത്തോട്ട് കയറിപ്പോ. അകത്തെ ഒന്ന് ചാവോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടല്ലോ. സത്യം പറയാലേ, ഞാൻ മടുത്ത്. എനിക്ക് ഇതിപ്പോ രണ്ടാമത്തെ കേവാ ഞാൻ കയറിയിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങി വരുന്നത്. ഇത് എന്തോന്ന് ഇത്? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഒരു വില്ലേജും കണ്ടുപിടിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്, ബൈ. കിടന്നുറങ്ങട്ടോ. സ്വപ്നത്തിലെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. നിങ്ങൾ പോയില്ലേ? ഞാൻ കിടന്നുറങ്ങട്ട്.